സഈദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി മൂന്ന് പരാതികൾ പറഞ്ഞ് ആ മനുഷ്യന്റെ വാർത്ത സഈദ് ബിൻ അബീ വഖാസ് തങ്ങളുടെ കാതിലെത്തുകയാ. മഹാനവറുകൾ എന്താ പറഞ്ഞതെന്നറിയോ? ഈ ഹദീസ് ബുഖാരിയിലുമുണ്ട് മുസ്ലിമിലുമുള്ള ഹദീസാണ്. സഹോദരങ്ങളെ, ഈ വാർത്ത എറിഞ്ഞുടനെ സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനായ സഹാബി വര്യൻ സഈദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, സഈദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു കൂഫ ഗവർണറായി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നിയമിച്ചു. കൂഫയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയോ? ഭയങ്കര കുറ്റം കണ്ടുപിടിക്കുന്ന ആളുകളാണ്. ഭയങ്കര ഫിത്ന. ചില പള്ളികളെ പറ്റി പറയാറുണ്ട്, ഉലമാക്കളുടെ ഇടയിൽ ഒരു പറച്ചിലുണ്ട്, എന്താണെന്നറിയോ? ചില പള്ളികളെ പറ്റി പറയാം അവിടെ ഫിത്ന കൂടുതലാണ്. ഈ സുബഹി കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിൽ പൊയ്ക്കോളും ചില ആളുകൾ. കാരണം ചായ കുടിക്കണം, പിന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ. ലൊഹർ കഴിഞ്ഞാലും ചാപ്പ അടിക്കാൻ വേണ്ടി ഉടനെ പൊയ്ക്കോളും. അസർ കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കാനൊക്കെ പെട്ടെന്ന് പൊയ്ക്കോളും. ഇഷ കഴിഞ്ഞാൽ കിടക്കാനും രാത്രി ഭക്ഷണം കഴിക്കാനും ഇൻസുലിൻ എടുക്കാനും മരുന്ന് കുടിക്കാനൊക്കെ പെട്ടെന്ന് പൊയ്ക്കോളും. പോകാതെ നിൽക്കുന്നത് മഗ്രിബിന്റെ ഇഷാന്റെ ഇടയിലുള്ള സമയത്താണ്. 1 മണിക്കൂർ 20 മിനിറ്റ് കിട്ടും. അപ്പോഴാണ് ഇമാമിനെ മാറ്റുന്ന കാര്യം, മുദരിസിനെ പാര പണിയുന്നത്, മോദിന്റെ ശബ്ദം പോരാതെ പറയുന്നത്. അത് ആ സമയത്താണ്. ഫിത്നയുടെ എല്ലാ പൊട്ടിപ്പ് നടക്കണ മഗ്രിബ് ഇശാഇനിടയിലുള്ള സമയമാണ്. എല്ലായിടത്തും അല്ല, ചില സ്ഥലങ്ങളിൽ ആ ഫിത്നയുടെ നാടുണ്ട്. അങ്ങനത്തെ ഒരു ഫിത്നയുടെ നാടാണ് കൂഫ. എന്തിനു കുറവും കുറ്റവും കണ്ടുപിടിക്കുന്ന ആളുകളാ. സഈദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ നിയമിച്ചു. അവിടുത്തെ കൂഫ ഗവർണറായി നിയമിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. അറിയുമല്ലോ മൂപ്പരുടെ സ്വഭാവം എന്താണ്. ഉമർ തങ്ങളുടെ സ്വഭാവം എന്താണെന്നറിയുമല്ലോ? ഒരു സ്ഥലത്ത് ഗവർണറായ ഒരാളെ നിശ്ചയിച്ചു. അപ്പോഴാണ് നാട്ടിലെ ഒരാള് വന്നിട്ട് പരാതി പറഞ്ഞു, ഒരു ചെറിയ പരാതി പറഞ്ഞു. ആ ഗവർണർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി. ഗവർണർ ചോദിച്ചു, എന്താ എന്നെ മാറ്റാൻ കാരണം? നീ നിന്റെ മക്കളെ മുത്തുന്നില്ല, ചുംബനം കൊടുക്കുന്നില്ല, അതാണ് പരാതി. എന്നാലോചിച്ചോക്കെ, സ്വന്തം മക്കൾക്ക് ചുംബനം കൊടുക്കാത്തതിന്റെ പേരിൽ നീക്കപ്പെട്ടൊരു ഗവർണർ. അദ്ദേഹം ചോദിച്ചു, അതിനെന്താണ് ഈ ഗവർണർ സ്ഥാനവും എന്റെ മക്കളെ ചുംബിക്കുന്നതുമായി ബന്ധം? അപ്പോഴാണ് ഉമർ തങ്ങൾ പറഞ്ഞത്, സ്വന്തം മക്കളെ ചുംബിക്കാത്തവൻ മറ്റുള്ളവന്റെ മക്കളോട് എങ്ങനെ കരുണ കാണിക്കും? സ്വന്തം മക്കളെ മുത്തം കൊടുക്കാത്തവന് മറ്റുള്ളവരുടെ മക്കളോട് കാരുണ്യം ഉണ്ടാവൂല. അതുകൊണ്ട് മുഴുവൻ ഗവർണർമാർക്കും, വിശിഷ്യ കേരള ഗവർണർ അടക്കമുള്ളവർക്കൊക്കെ ഒരു മാതൃകയാണിത്. അപ്പോ മഹാനായ കൂഫയുടെ ഗവർണറായി സഈദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ നിയമിച്ചു. ഒരു ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് ഒരു ജോലി ഉണ്ട്. എന്താണെന്നറിയോ? ആളുകളെ വിടും. ആ നാട്ടിലേക്ക് വിട്ടിട്ട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഗവർണറെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആളുകൾ പലതും പറയാറുണ്ട്. അക്കൂട്ടത്തിൽ ചില ആളുകൾ പരാതി പറഞ്ഞു. എന്താ പരാതി എന്നറിയോ? നിസ്കാരം ശരിയല്ല. ആഹാരപ്പറ്റി പറയുന്ന സഈദ് ബിൻ അബീ വഖാസ് തങ്ങളെ നിസ്കാരം പോരാ. കൂഫയിൽ ചില ആളുകൾ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, ആളുകൾ ഒരു പരാതി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ നിസ്കാരം പോരാന്ന്. വല്ലാഹി അമീറുൽ മുഅ്മിനീൻ, പടച്ചോനെ തന്നെയാണ് സത്യം, എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലല്ലാതെ ഞാൻ നിസ്കരിച്ചിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പണി കൂടി. എന്താണെന്നറിയോ? കുറെ ആളുകളെ വിളിച്ചിട്ട്, 2-3 നേതാക്കന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, കൂഫയിലെ സകല പള്ളികളിലും, ശ്രദ്ധിക്കണേ, ചായയിൽ വീണു പോകരുത്, കൂഫയിലെ എല്ലാ പള്ളികളിലും നിങ്ങൾ കയറണം. എന്നിട്ട് ചോദിക്കണം, ഈ ഗവർണറെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. ഒരൊറ്റ പള്ളിയിൽ പോലും എതിരഭിപ്രായം ഉണ്ടായില്ല സഈദ് ബിൻ അബീ വഖാസ് തങ്ങൾക്ക്. ഒരു പള്ളിയിൽ പോലും. അവസാനം ഒരു പള്ളിയിലെത്തി. ആ പള്ളിയിലെത്തിയപ്പോൾ സഹോദരങ്ങളെ, ആ പള്ളിയിലേക്ക് കയറിയിട്ട് നിശ്ചയിക്കപ്പെട്ട ഉത്തരവാദിത്വമുള്ള ആളുകൾ ആ പള്ളിയിലേക്ക് കയറിയിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഈ കൂഫ ഗവർണറായ സഈദ് ബിൻ അബീ വഖാസ് തങ്ങൾ എങ്ങനെയുണ്ട്? ആ സമയത്ത് അബസ് ഗോത്രത്തിൽപ്പെട്ട പള്ളിയാണ് മസ്ജിദ് അബസ് പള്ളി എന്നാണ് ആ പള്ളി അറിയപ്പെടുന്നത്. ആ പള്ളിയിലേക്ക് ചെന്നിട്ട് മഹാനായ സഈദ് ബിൻ അബീ വഖാസ് എന്ന ഗവർണറെ പറ്റി ചോദിക്കുകയാണ്. ആ പള്ളിയിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്കൊരു പരാതി പറയാനുണ്ട്. ലാ യസീറു ബിസരിയതി വലാ യഖസിമു ബിസവിയതി വലാ യഅദിലു ഫിൽ ഖളിയ. സഈദിനെ പറ്റി എനിക്ക് നല്ലതേ പറയാനുള്ളൂ, പക്ഷെ 3 പരാതികൾ എനിക്കുണ്ട് പറയാൻ. ഒന്ന്, ലാ യസീറു ബിസരിയ വലാ യഖസിമു ബിസവിയ വലാ യഅദിലു ഫിൽ ഖളിയ. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. എന്താണെന്നറിയോ? പള്ളിയിൽ നിന്ന്
ചോദ്യം മുഴുവൻ പള്ളികളിലും കയറി അന്വേഷണം ആരംഭിച്ചു. ഇദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉമർ തങ്ങളല്ലേ ആള്. എല്ലാ പള്ളിയിലും നല്ല അഭിപ്രായം. ഒരു പള്ളിയിലെ ഒരാൾ എഴുന്നേറ്റ്, അബസ് പള്ളിയിൽ, അബസ്സുകാരന്റെ, അബസ് ഗോത്രത്തിന്റെ പള്ളിയാണ്, ആ പള്ളിയിലെ ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇദ്ദേഹം യുദ്ധത്തിന് സൈന്യത്തെ അയക്കും കൂടെ പോകൂല, സൈന്യത്തെ അയക്കും കൂടെ പോകൂല. ഇദ്ദേഹം എന്തെങ്കിലും ഒരു വിധി പറഞ്ഞാൽ അതിൽ നീതിയില്ല, അനീതിയുള്ള വിധിയാണ് ഇദ്ദേഹം നടത്താറുള്ളത്. മാത്രമല്ല എന്തെങ്കിലും വിഹിതം വെച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം നീതിയോടുകൂടി എല്ലാവർക്കും തുല്യമായ നിലയിൽ കൊടുക്കാറില്ല. ഈ 3 പരാതി എനിക്കുണ്ട്. ഇനി കേട്ടോ എന്താ ഉണ്ടായെന്ന്. കള്ളത്തരം പറഞ്ഞ ആളുകളെ നാട്ടിൽ നാറ്റിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, ഇമാമിന്റെ മേൽ ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് ഒരു മഹല്ലത്തില് ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ, ഇമാമിങ്ങളുടെ മേൽ കയറി ആ ഇമാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അറിയാത്ത കാര്യങ്ങൾ പറയുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് വരാനിരിക്കുന്നതെന്ന് കേട്ടോ. സഈദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി 3 പരാതികൾ പറഞ്ഞ് ആ മനുഷ്യന്റെ വാർത്ത സഈദ് ബിൻ അബീ വഖാസ് തങ്ങളുടെ കാതിലെത്തുകയാ. മഹാനവറുകൾ എന്താ പറഞ്ഞതെന്നറിയോ? ഈ ഹദീസ് ബുഖാരിയിലുമുണ്ട്, മുസ്ലിമിലുമുള്ള ഹദീസാണ്. സഹോദരങ്ങളെ, ഈ വാർത്ത എറിഞ്ഞുടനെ സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പടച്ചവനെ, ഈ മനുഷ്യന് കളവാണ് പറയുന്നതെങ്കിൽ, ഈ മനുഷ്യന് കളവാണ് പറയുന്നതെങ്കിൽ അല്ലാഹുമ്മ തിൽ ഉംറ വഅതിൽ ഫഖറ വഅരിൽഹു ബിൽ ഫിതനി. പടച്ചോനെ, ഇയാള് പറയുന്നത് കള്ളമാണെങ്കിൽ നീ ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. അപ്പൊ നിങ്ങൾ പറയേ നല്ല ദുആ അല്ലേ? എന്നാ ബാക്കി കൂടെ കേട്ടോ. പടച്ചവനെ ദീർഘായുസ് കൊടുക്കണം, നീ ദാരിദ്ര്യം കൊടുക്കണം തമ്പുരാനെ. അപ്പോഴാ ചില ആളുകളെ പറ്റി പറയാറുണ്ട്, അള്ളാഹു ദീർഘായുസും കുഷ്ഠരോഗവും കൂടെ കൊടുക്കണേ. ഇത് രണ്ടും കൂടെ കിട്ടിയ ചില ശത്രുക്കൾക്ക് വേണ്ടി ചില ആളുകളുടെ ഇരുന്ന് ദ്വാരക്കുന്ന കാണാം, പടച്ചോനെ അവന് ദീർഘായുസും ക്യാൻസറും കൂടെ കൊടുക്ക് എന്ന് പറഞ്ഞാൽ മരിക്കുകയും ചെയ്യരുത്, പിഴയ്ക്കുകയും ചെയ്യരുത്. സഈദ് ബിൻ അബീ വഖാസ് തങ്ങളുടെ മനസ്സ് നൊന്തു. അദ്ദേഹം ദുആറെന്ന്, പടച്ചോനെ, അല്ലാഹുമ്മ ഇൻ കാന ഹാദൽ അബ്ദ്, ഈ അടിമ കാദിബൻ, കള പറയുന്നതാണെങ്കിൽ, കള്ളനാണെങ്കിൽ, അല്ലാഹുമ്മ ആതിൽ ഉംറ, ആയുസ് കൊടുക്കണം തമ്പുരാനെ, വാതിൽ ഫഖറ, ദാരിദ്ര്യം കൊടുക്കണം തമ്പുരാനെ, വഅരിൽഹു ബിൽ ഫിത്നി, എവിടെയെങ്കിലും ഫിത്നയിൽ അകപ്പെടണം തമ്പുരാനെ, ഫിത്നയിൽ അകപ്പെടാതെ അവൻ മരിക്കല്ലേ തമ്പുരാനെ. കളവ് പറഞ്ഞ ഒരു മനുഷ്യനെതിരെ നെഞ്ചു പൊട്ടിയിട്ടുള്ള പ്രാർത്ഥന സഈദ് ബിൻ അബീ വഖാസ് തങ്ങൾ ചെയ്തു. പിന്നെന്താ സംഭവിച്ചത് കേൾക്കണോ? പിന്നെന്താ സംഭവിച്ചത്? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി പറയാണ്, ഞാൻ പലപ്പോഴും ഈ മനുഷ്യനെ കണ്ടിട്ടുണ്ട് വഴികളിൽ. ഈ മനുഷ്യനില്ലേ കളവ് പറഞ്ഞവൻ, ഇയാളെ ഞാൻ കണ്ടു. എങ്ങനെയാ ഇയാളുടെ ഇപ്പോഴത്തെ കോലമെന്നറിയോ? മഹാനായ റാവി പറയുകയാണ്, ഖദ് സഖത ഹാജിബാഹു അലാ ഐനൈഹി മിനൽ കിബ്രി, ദീർഘായുസ് കിട്ടിയത് കാരണത്താൽ പ്രായാധിക്യം വന്നിട്ട് ഇന്ന് മനുഷ്യന്റെ കണ്ണിലേക്ക് പുരികമിങ്ങനെ ഇറങ്ങിക്കിടക്കുകയാ. കണ്ടിട്ടില്ലേ 10, 100, 110 വയസ്സുള്ള ആളുകളുടെ അവസ്ഥ? പുരികമിങ്ങനെ പുരികത്തിന്റെ തൊലി ഇങ്ങനെ കണ്ണു മൂടിക്കിടക്കുകയാണ്. അത്രയും വലിയ പ്രായമാ മനുഷ്യന് കിട്ടി. എന്നിട്ട് ആളുകളുടെ മുമ്പിലൂടെ കൈനീട്ടി നടക്കുകയാണ്. നടക്കുമ്പോൾ അയാൾ പറയുന്ന വാക്കേതാണ്? ശൈഖുൻ കബീറുൻ മഖൂറുൻ അസാബതിനി ദഅവത്തു സഅദ്. ഇതൊരു വൃദ്ധനായ പാപിയാണ്, ഒരു പാവപ്പെട്ടവനാണ്, സഹായിക്കണേ. ഈ ഗതിയെത്തിയത് സഅദിന്റെ ദുആയാ. ഇത് സഅദ് എനിക്കെതിരെ ദുആ ചെയ്തത് കൊണ്ട് എനിക്ക് കിട്ടിയ ശിക്ഷയാ. വല്ലതും തരണേ, വല്ലതും തരണേ. ആളുകളുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കുക മാത്രമല്ല, ഇയാൾ പറയുന്നുണ്ട്, എനിക്കെത്തിയത് സഅദിന്റെ പ്രാർത്ഥനയാണ്. അവസാനം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മഹാനായ സഅദ് തങ്ങൾ ദ്വാരന്നത് പോലെ 2 കാര്യങ്ങളുമായി: 1, അല്ലാഹു ദാരിദ്ര്യം കൊടുത്തു; 2, ആയുസ് കൊടുത്തു. ആയുസ് കൊടുത്തതിന്റെ അടയാളമാണ് കണ്ണിലേക്ക് പുരികൻ ചാടിയത്. അതുപോലെ ദാരിദ്ര്യത്തിന്റെ അടയാളമാണ് അയാൾ കൈനീട്ടി യാചിക്കാൻ തുടങ്ങിയത്. ഇനി 3ാമതൊരു ദുആ കൂടി ചെയ്തല്ലോ. എന്താ? അല്ലാഹുമ്മ അദ്ദിൽഹു ബിൽ ഫിത്നി, ഫിത്നയിൽ അകപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹു കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? വഇന്നഹു ലയതഅറളു ലിൽ ജിവാരി ഫിതുർഖി ഫയഹ്മിസുഹുന്ന. വഴിയരികില് ജവാരി, വഴിയരികിൽ നിന്നിട്ട്
അതുവഴി പോകുന്ന കൊച്ചു പെൺകുട്ടികളുടെ അവിടെ എവിടെയും കയറി പിടിക്കുന്ന ഒരു സ്വഭാവം. ആളുകൾ തല്ലും, ആളുകൾ അടിക്കും. അന്ന് പോസ്കോയും ബോക്സോയും ഒന്നും ഇല്ലല്ലോ. അപ്പൊ ആളുകൾ തല്ലും, റോഡരികിൽ നിൽക്കും, ആളുകളുടെ കൈ നീട്ടും. കൊച്ചു പെൺകുട്ടികൾ പോയി കഴിഞ്ഞാൽ അവിടെയും ഇവിടെയും സ്പർശിക്കുന്ന സ്വഭാവം. അപ്പൊ ദാരിദ്ര്യമായി ആയുസ്സും കിട്ടി, അല്ലാഹു തആല ഫിത്നയിലുമാക്കി. എന്താ കാര്യം? ഒരൊറ്റ കാര്യം. സഅദ് ബിൻ അബി വഖാസ് എന്ന പള്ളിയിലെ ഇമാമും കൂഫയുടെ ഗവർണറുമായ ഒരു സഹാബിക്കെതിരെ ഇല്ലാത്ത ആരോപണം പറഞ്ഞു. ഈ ആരോപണത്തിന്റെ പേരിൽ മഹാനവറുകൾ ദുആ ചെയ്തു, പടച്ചോനെ നീ വിടരുതെന്ന്. അങ്ങനെ ഏതെങ്കിലും വീട്ടിലിരിക്കുന്ന കുടുംബത്തിൽ പറന്ന പെൺകുട്ടികളെ പറ്റി മോശമായ പദപ്രയോഗങ്ങൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും പരതുമ്പോ അയക്കുമ്പോ അതിങ്ങനെ ഷെയർ ചെയ്ത് മറിക്കുമ്പോ പെങ്ങളെ ഒന്ന് ഓർത്തു വെച്ചോ, നെഞ്ചു പൊട്ടിക്കിട്ട് ആ പെണ്ണങ്ങാനം ദുആ ചെയ്താൽ നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റൂല. അല്ലാഹു മദ്ലൂമീങ്ങളോടൊപ്പമാണ്. ഇത്തഖു ദഅവത്തൽ മദ്ലൂം ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. മർദിദന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ തിരശീലയില്ല, മറയില്ല. പ്രാർത്ഥന നിമിഷ നേരം കൊണ്ട് അല്ലാഹു സ്വീകരിക്കും. ചോദിക്കേണ്ട താമസം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഗൗരവത്തോടുകൂടി കാണേണ്ട നാലാമത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ കള്ളവർത്തമാനങ്ങൾ, കള്ളസാക്ഷ്യം നിൽക്കലെല്ലാം മാറ്റിവെക്കണം. ഇപ്പൊ എത്ര എണ്ണമായി? 4 കാര്യങ്ങളായി. 5 എണ്ണം അല്ല പറഞ്ഞു വർജിക്കണമെന്ന്, ഫജ്തനിബൂഹു എന്ന്. അതിൽ 2 എണ്ണം വിഗ്രഹാരാധന, 3-മത്തേത് മദ്യപാനം, 4-മത്തേത് ഖൗലുസൂർ, കള്ളവാക്ക് പറയൽ. ഇനി 1 എണ്ണം കൂടെ പറയാനുണ്ട്. അള്ളാഹു അമല് ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ പഠിക്കുന്ന സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കണം. നമുക്കിപ്പോ മക്കളെ ഒന്നും മിണ്ടാതിരിക്കും. നാളെ ഒരു 10-25 കൊല്ലം കഴിഞ്ഞാൽ മസ്ജിദ് പരിപാലന പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഇരിക്കുന്നത്. ഇപ്പോഴേ സംസാരിക്കാൻ പാടില്ല കേട്ടാ. ഖുർആൻ പഠിക്കണം. നമുക്ക് അവസരമുണ്ട്. ഭയങ്കര രസമാണ് ഖുർആന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ. ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ പിന്നെ അതൊരു ലഹരിയായി പോകും. നമുക്ക് ഖുർആൻ പഠിക്കേണ്ട സഹോദരങ്ങളെ. സഹോദരിമാര് തൊടില്ല, സഹോദരങ്ങൾ തൊടില്ല. ഭാര്യ ഇട്ടുകൂട്ടി ഇതുപോലുള്ള പരിപാടികൾക്ക് കൊടുക്കാൻ വേണ്ടി മീൻ വാങ്ങിയതിന്റെ ബാക്കിയും ഗ്യാസ് എടുത്തതിന്റെ ബാക്കിയും പാല് വാങ്ങിയതിന്റെ ബാക്കിയും ഒക്കെ ഇട്ടുകൂട്ടി നോട്ടാക്കി ഇങ്ങനെ മാറ്റിവെക്കും. പാവപ്പെട്ട ഭാര്യയുടെ കയ്യിൽ നിന്ന് ഭർത്താവ് അടിച്ചോണ്ട് പോകും, കള്ളു കുടിക്കാനും അതുപോലെ തന്നെ എണ്ണ അടിക്കാനും. ഇങ്ങനെയൊക്കെ എടുത്തോണ്ട് പോണ വല്ലാത്തൊരു പരാതി. പള്ളിയിലെ ഉസ്താദിനോട് വനിതാ ക്ലാസ്സിന് വന്നപ്പോ ഒരു താത്ത പറഞ്ഞു അത്രേ, ഉസ്താദെ എന്തെങ്കിലും ഒരു ദുആയോ ഒരു ദിക്റോ എന്തെങ്കിലും പറഞ്ഞു തരണം, ഭർത്താവ് മോട്ടിക്കാൻ പാടില്ല പൈസ. അവൻ പറഞ്ഞു ദുആയും ദിക്റൊന്നും വേണ്ട, നിങ്ങളുടെ ഭർത്താവ് മൂപ്പര് പള്ളിയിൽ നിസ്കാരത്തിനൊക്കെ വരുന്ന ആളാണ്, അവൻ നന്നായിട്ട് ഉസ്താദിനെ അറിയാം, നിങ്ങളുടെ പൈസ സേഫായിട്ടിരിക്കണം, അതിന് ഞാനൊരു സ്ഥലം പറഞ്ഞു തരാം. എവിടാന്ന് ചോദിച്ചവൻ പറഞ്ഞു ഒരു സ്ഥലത്ത് പൈസ കൊണ്ടുവച്ചാൽ മതി, നിങ്ങളുടെ ഭർത്താവ് അതെടുക്കൂല. നിങ്ങളുടെ ഭർത്താവിന്റെ കണ്ണിൽ. അപ്പം പറഞ്ഞു അരിക്കലത്തിലാണോ? അരിക്കലത്തിലാണ് ഞാൻ ആദ്യം വെച്ചത്, അവിടെ നിന്നാ തപ്പിക്കൊണ്ടുപോകുന്നേ. പിന്നെ എല്ലാ സ്ഥലത്തും എന്റെ ഭർത്താവിനറിയാം, എവിടെ വെച്ചാലും പ്രശ്നമാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു അവിടെ ഒന്നും അല്ല, നിങ്ങൾ ഒരു സ്ഥലത്ത് വെച്ചാൽ മതി. ഉസ്താദ് ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു. പിന്നെ ഒരു ദിർഹം, ഒരു രൂപ പോലും മോഷണം പോയിട്ടില്ല. എവിടാന്നറിയോ? ഖുർആനിനകത്ത് വെക്കാൻ പറഞ്ഞു. ഖുർആനിനകത്ത് ഇങ്ങനെ വെച്ചാൽ മതി. കാരണം ഈ കാക്ക ജീവിതത്തിൽ ഖുർആൻ തൊടുന്നവനല്ല, ജീവിതത്തിൽ ഖുർആൻ എടുക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും സേഫായ ഒരു സ്ഥലം. ഇനി പെണ്ണുങ്ങളുടെ കാര്യം കേൾക്കണോ? ഞങ്ങളൊക്കെ ദറസിൽ പഠിക്കുന്ന സമയത്ത്, ആ സമയത്തൊക്കെ ഒരു 10, 20, 18 വർഷത്തിന് മുമ്പുള്ള കഥയാണ്. പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളെ ഈ മരണ വീട്ടില് വിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അന്ന് ഞങ്ങളെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും മാത്രമുള്ളൊരു സമയമാണ്. സദക്ക എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഹദിയ തരും, അത് വലിയൊരു മുതൽക്കൂട്ടാണ് പഠിക്കുന്ന ഞങ്ങൾക്ക്. ഒപ്പം മയ്യത്തിനൊരു കൂലിയാണ്, വീട്ടുകാർക്ക് ഒരു സന്തോഷമാണ്. ഇതൊക്കെ അങ്ങനെ ഒരു നല്ല ഒരു അവസ്ഥയായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ മൊബൈലിൽ ഇട്ടവിടെ വെച്ചേക്കും, മരിച്ച ആളിവിടെ കിടക്കും, മൊബൈലിൽ ഖുർആൻ ഇട്ടവിടെ വെച്ചേക്കും.
അതൊക്കെയാണ് ഇപ്പൊ എല്ലാം ഓൺലൈൻ ആയല്ലോ. സഹോദരിമാരെ ഈ സമയത്ത് കിട്ടിയ തന്നെ വലിയ ഭാഗ്യമാണ്. ഇല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരം അവർക്ക് ഈ ചരുവത്തിൽ കൂത്താണ് ജോലി. ഇപ്പൊ ഓൺലൈൻ ആരാധനകളാ കൂടുതൽ ഇപ്പോൾ ഉള്ളത്, ഓൺലൈൻ ഇബാദത്തുകളാ കൂടുതലുള്ളത്. ഞാൻ അതിനെയൊക്കെ ശക്തമായി എതിർക്കുന്ന ആളാ. പലരും പറയും അസൂയ കൊണ്ടാണ്, ഇച്ചിരി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നല്ല തൊഴിൽ കിട്ടിയാ കേട്ടോണ്ടിരിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വലിയ വലിയ മുസീബത്തുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ എടുക്കുന്ന കാലം മറന്നു. മരണ വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ ഖുർആൻ എവിടെയെന്ന് ചോദിച്ചാൽ ആ സഹോദരി PT ഉഷ ഓടുന്നതിനേക്കാൾ വേഗത്തിൽ ഓടും. കാരണം എവിടാണ് ഖുർആൻ ഇരിക്കുന്നതെന്ന് അറിയാൻ കഴിയില്ല. ആ റൂമിലോടും, അവിടെ നിന്ന് അപ്പുറത്തോടും, ഇവിടെ നിന്ന് ഇപ്പുറത്ത് വരും, എന്നിട്ട് നേരെ അപ്പുറത്തെ വീട്ടിലേക്ക് പോകും. അവിടെയില്ല. അവസാനം നമ്മളോട് പറയുന്നൊരു വാക്കുണ്ട്, മയ്യത്തിന് ഓതാൻ വിളിക്കുമ്പോഴേ പറയും ഖുർആനും കൂടെ എടുത്തോളണേ. പടച്ചോനെ സാക്ഷിയാക്കി പറയാ. ചില വീടുകളിൽ മരണത്തിന് ഓതാൻ വേണ്ടി വിളിക്കുമ്പോൾ പറയും ഖുർആനും കൂടി പള്ളിയിൽ നിന്ന് എടുത്തോളണേ എന്ന് പറയും. പള്ളിയിൽ നിന്ന് എടുക്കുന്നത് വലിയ പുണ്യമാണ്. കാരണം അതിങ്ങനെ പൊടിയടിച്ചിരിക്കുകയാണല്ലോ. കാരണം പള്ളിയിൽ ഒന്നാതെ എടുത്ത് ഓതാൻ ആരും ഇല്ലല്ലോ. അപ്പൊ ആരെങ്കിലും മരിച്ചാലെങ്കിലും അതവിടെ നിന്ന് പൊടിയടിക്കാതെ എടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് നമ്മുടെ ഒക്കെ പോക്ക്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇനി അഞ്ചാമത്തെ കാര്യമേതെന്നറിയോ? അഞ്ചാമതായി വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, വിശുദ്ധ ഖുർആനിൽ നമ്മൾ വെടിയണം, നമ്മൾ അകലം പാലിക്കണം, വർജിക്കണം എന്ന് പറഞ്ഞ അഞ്ചാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹ് പറയുകയാണ് സൂറത്തുൽ ഹുജറാത്ത്, അല്ലാഹു പറയുകയാണ് 12ാമത്തെ വചനത്തിലാണ്, സൂക്തത്തിലാണ്, യാ അയ്യുഹല്ലദീന ആമനു ജുതനിബു കസീറൻ മിനല്ലന്ന് ഇന്ന ബഅലല്ലന്നി ഇസ്മ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വിഗ്രഹാരാധനയോട് കിടപിടിക്കുന്ന സംഗതിയാ, മദ്യപാനത്തോട് കിടപിടിക്കുന്ന സംഗതിയാ, അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കള്ളസാക്ഷി നിൽക്കുന്നതിനോട് കിടപിടിക്കുന്ന കാര്യമാണ്. ഊഹാഭോഗങ്ങള്, ഒരാൾ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന നമ്മുടെ തെറ്റായ ധാരണ, തെറ്റിദ്ധരിക്കുക എന്ന് പറയുന്ന സൂള്ളന്, മോശമായ ഭാവന ഒരിക്കലും അരുത് ചെറുപ്പക്കാരാ. രാത്രി ഒരാൾ ഏതെങ്കിലും വീട്ടിൽ നിന്നിറങ്ങി വന്നാൽ എന്തേ ആ വീട്ടിൽ നിന്നിറങ്ങി വരുന്നവനാ പെണ്ണുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? ചിലപ്പോൾ പാതിരാത്രിയിൽ മരണം പറയാൻ പോയതാകാ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിന് പോയതാകാ. ഇതല്ലേ നമ്മുടെ നാടുകളിൽ സംഭവിക്കുന്നത്. എന്നും നമ്മളിങ്ങനെ സദാചാര പോലീസ് ഇങ്ങനെ നടക്കുമ്പോ അത് അന്വേഷിക്കേണ്ട ഡ്യൂട്ടി നമ്മുടേതല്ല. ഒരിക്കലും നമ്മുടെ ഡ്യൂട്ടി അതല്ലല്ലോ. അറിയുമോ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിഴല് പോലെ സഞ്ചരിച്ച എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ രണ്ടാമനാണ് എന്ന് പറഞ്ഞ, സ്വർഗത്തിന്റെ കവാടം തുറന്ന് കടന്നു പോകുന്നതിൽ രണ്ടാമനാണെന്ന് മൂന്നാമനാണെന്ന് പറഞ്ഞ, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത രണ്ടാമത്തെ ഭരണാധികാരി, കിസ്റയും കൈസറും പറപ്പിച്ച, എല്ലാ ആളുകളും പേടിയോടെ നോക്കിയിരുന്ന, എന്തിനേറെ പിശാച് പോലും പേടിച്ച് വേറെ റൂട്ടിലേക്ക് സഞ്ചരിക്കുമെന്ന് മുത്തുനബി പഠിപ്പിച്ച മഹാനായ അബൂലഹബിന്റെയും അബൂജഹലിന്റെയും അബൂ സുഫിയാന്റെയും കാലഘട്ടത്തിൽ എല്ലാവരും പേടിയോടെ നോക്കിയിരുന്ന പരിശുദ്ധമായ പരിശുദ്ധ ഇസ്ലാമിനെ പരസ്യ പ്രബോധനത്തിനു വേണ്ടിയിട്ട് ആദ്യമായി തിരുഹളറത്തിൽ വന്നിട്ട് അവിടുത്തെ തിരുശറഫാക്കപ്പെട്ട കൈപിടിച്ച് പരിശുദ്ധ കഅബയിലേക്ക് മാർച്ച് ചെയ്ത സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് ഒരു കാലഘട്ടത്തിൽ ഹംദമയുടെയും ഖത്താബിന്റെയും മകനായി ജീവിച്ചപ്പോൾ ചെറിയ പ്രായത്തിൽ വലിയ വലിയ ആട്ടിൻപറ്റങ്ങളെയുമാകട്ടെ കുന്നുകളിൽ മേയ്ക്കാൻ വേണ്ടി പോയിരുന്നു. അവസാന യുവത്വത്തിന്റെ പ്രസരിപ്പിൽ സിറിയയിലും മറ്റും അതുപോലെ പല സ്ഥലങ്ങളിലും പട്ടുവസ്ത്ര വ്യാപാരിയായി മാറി. അവസാന മുക്കാള ചന്തയുടെ മുതലാളിയായി മാറി. ധീരനും വീരനും വില്ലാളി വീരനും വിജിഗീഷുവുമായ ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന ഭരണാധികാരിയും ഖലീഫയുമായിരിക്കുന്ന ആ തങ്ങള് ഉമർ തങ്ങള് ഒരു ദിവസം തന്റെ ഭരണത്തിൻ കീഴിലുള്ള പ്രദേശത്തിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു പെണ്ണും ചെക്കനും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന രംഗമാണ് കണ്ടത്. കെട്ടിപ്പിടിച്ച് ഇങ്ങനെ സല്ലപിച്ചുകൊണ്ടൊരു പെണ്ണും ചെക്കനും കൂടി വഴിയരികിലിരിക്കുകയാ. ഉമർ തങ്ങൾ അറിയല്ലോ സ്വഭാവം. ചാട്ടവാറങ്ങെടുത്ത് ഓടിച്ചെന്നവനെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങിയപ്പോൾ അവൻ എഴുന്നേറ്റ് പറഞ്ഞു, ഇന്നഹംറഅതി യാ അമീറുൽ മുഅ്മിനീൻ, ഉമർ തങ്ങളെ എന്നെ അടിക്കല്ലേ, ഇതെന്റെ സ്വന്തം ഭാര്യയാണ്, ഇതെന്റെ ഭാര്യയാണ്, അവനെ അടിക്കരുത്.
ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാ ഹൈസു ലാ യറാക അഹദും മിനന്നാസ്, ജനങ്ങൾ കാണാത്തടുത്ത് പോയിരുന്ന് നിന്നെ കെട്ടിപ്പിടിച്ചോളടാ. നിനക്ക് ജനങ്ങൾ കാണാത്തടുത്ത് പോയിരുന്നതൊക്കെ ചെയ്തൂടെ? കോഴിക്കോട് ജില്ലയിൽ ഒരു പരിപാടി കഴിഞ്ഞിട്ട് 2 ദിവസത്തെ പരിപാടിയുടെ പകല് വെറുതെ റൂമിലിരിക്കണ്ടെന്ന് കരുതിയിട്ട് എവിടെയെങ്കിലും ഒന്ന് പോകാമെന്നൊക്കെ കരുതിയപ്പോ കോഴിക്കോടുള്ള ഒരു സഹോദരൻ, ഒരു പ്രായമുള്ള മനുഷ്യരാണ്, അദ്ദേഹം ഇങ്ങനെ കോഴിക്കോട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി, ഒരു ബീച്ചിലാണ്. പോകുമ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോ കുടകൾ ഇങ്ങനെ ഈ മിനയിലെ തമ്പ് കണക്കാണ്, മിനയിലെ ടെന്റ് കണക്ക് ഇങ്ങനെ കുടകൾ. അപ്പൊ ഞാൻ ചോദിച്ചു, ലോകത്ത് ഏറ്റവും കൂടുതൽ ടെന്റ് ഉള്ളത്, തമ്പുള്ളത്, ഹൈമകളുള്ളത് മിനയിലാണ്. എന്ത് രസമാണ് മിന പാലത്തിലൂടെ വണ്ടി കയറുമ്പോ താഴോട്ട് നോക്കാൻ ഇങ്ങനെ തമ്പുകൾ കാണാം. കോഴിക്കോട് ബീച്ചില് പാറക്കെട്ടിന്റെ ഇടയിൽ ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങറ്റം വരെ കുടകൾ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്ത് പണിയാ? കുടകൾ അടുക്കി വെച്ചിരിക്കുന്നു, നിരത്തി വെച്ചിരിക്കുന്നു. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് തൽക്കാലം പോണ്ട, ആ കുടയുടെ അടിയിൽ ഓരോരുത്തരുണ്ടാവും. ശരിയാണ്. നോക്കുമ്പോണ്ട് സ്കൂൾ യൂണിഫോമില് വളരെ ഭംഗിയായിട്ടാണ് ഇങ്ങനെ ഹിജാബൊക്കെ ധരിച്ചിട്ടുണ്ട്, വളരെ മനോഹരമായ ഇസ്ലാമിക വേഷമൊക്കെ ധരിച്ചിട്ടുണ്ട്. പിന്നെ കൂടെ ഉള്ളത് വേറെ ചില കാര്യങ്ങളാണ്, അത് പോട്ടെ. അപ്പൊ ആ നിലയിൽ ഇങ്ങനെ ഓരോ കൊടകളുടെ കീഴിലിരിക്കുന്ന പരിപാടി. സ്വന്തം ഭാര്യയുമായിട്ട് ഇതുപോലുള്ള പരസ്യമായ സ്ഥലങ്ങളിൽ പോയിട്ട് നീ തോളത്ത് കൈയിട്ടിരിക്കരുത് എന്ന് പഠിപ്പിച്ചത് ഉമർ തങ്ങളുടെ ഭരണമാണ്. കാരണം എന്താണെന്നറിയോ? ഒന്ന്, ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. എന്തിനാണ് നീ അവരെ നരകത്തിലാക്കുന്നത്? എന്തിനാ അവരെ നരകത്തിലാക്കണം? ഒരാളും പെണ്ണും കൂടി അങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് അത് വേറെ എന്തോ ആണ് എന്ന് ചിന്തിച്ചു പോയാൽ ആ ചിന്തിച്ച ഞാൻ തെറ്റുകാരനല്ലേ? അതുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന കാര്യങ്ങൾ സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരാളെ പറ്റിയും തെറ്റായി നമുക്കൊരു ധാരണ ഉണ്ടാകാൻ പാടില്ല. ഒരാളെ പറ്റിയും. ഒരാൾ നടന്നു പോകുമ്പോഴാണ് വഴിയരിയിൽ ഒരു ആണും പെണ്ണും കൂടി ഇരുന്ന് മദ്യപിക്കുന്നു. ഇയാള് ഉറക്കെ ശബ്ദത്തിൽ പറഞ്ഞു, എന്തൊരു മനുഷ്യനാണ്, ഈ വഴിയരികിൽ ഒരു പെണ്ണുമായിട്ടിരുന്ന് മദ്യപിക്കുന്നു. ചാടി എണീറ്റു ആ മനുഷ്യൻ, ഓടി വന്നിട്ട് പറഞ്ഞു, സഹോദര, നിങ്ങൾ എന്തായി പറഞ്ഞത്? ആ ഇരിക്കുന്നത് എന്റെ ഉമ്മയാണ്, എന്റെ ഉമ്മ. ഞാനും നടന്നു വരുന്ന വഴിയിൽ തളർന്ന അവശയായി അവിടെ എന്റെ തോളത്ത് ചാരിയിരുന്നു. ഞാൻ കൊടുത്തത് മദ്യമല്ല, എന്റെ ഉമ്മയുടെ ക്ഷീണം മാറ്റാൻ വെള്ളം കൊടുത്തതാണ്. നടന്നു പോകുന്നവന്റെ കണ്ണിൽ അന്യ പെണ്ണും അന്യ ചെക്കനും കൂടി മദ്യപിക്കുന്നു എന്നാണ് തോന്നുന്നതെങ്കിൽ യാഥാർത്ഥ്യം സ്വന്തം മകന്റെ തോളത്ത് വിശ്രമിക്കാൻ ചാരിക്കടന്ന ഉമ്മയുടെ തൊണ്ടക്കുഴി നനച്ചു കൊടുക്കുന്ന പച്ചവെള്ളത്തിന്റെ കുപ്പി പൊട്ടിച്ച് വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന പൊന്നുമോൻ. ഇത് നമ്മുടെ നാട്ടില് വളരെ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണുകയും വളരെ ഗുരുതരമായി നമ്മുടെ ഭാഗത്ത് നിന്ന് മോശമായ ധാരണകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. സംഭവങ്ങൾ പലതും നടക്കുന്നുണ്ട്. ഒപ്പം തെറ്റിദ്ധാരണ നമ്മുടെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാകരുത്. നമ്മൾ അതിലേക്ക് നോക്കാൻ പാടില്ല. അറിയോ, ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം, ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ഗൗരവത്തോടെ കേൾക്കണം. ഒരു നാട്ടിൽ, ഏതെങ്കിലും ഒരു നാട്ടില് പരിശുദ്ധ കഅബ നമ്മുടെയൊക്കെ ജീവന്റെ ജീവനാണ്. ആ കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കഅബത്തു ഷരീഫയുടെ മുന്നിൽ ചെന്നിട്ട് 2 കണ്ണും ഇങ്ങനെ തുറന്നു വെച്ചിട്ട് അത് കാണാനുള്ള ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തൊരു വികാരമാ സഹോദരങ്ങളെ. ആ കഅബയുടെ അടുത്ത് പോയി നിന്നിട്ട് ആ കറുത്ത സുന്ദരി ഇങ്ങനെ നോക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്തൊരു വികാരമാണ് നമുക്ക്. ആ കഅബ ഷരീഫിനെ ആരെങ്കിലും എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ നമുക്ക് സഹിക്കുവോ? ജീവിതത്തെ പേടിയുള്ളവൻ, ജീവിതത്തെ ആഗ്രഹിക്കുന്നവനും മരണത്തെ പേടിയുള്ളവനും മുണ്ടിയിൽ കനമുള്ളവനും മിണ്ടൂല. അല്ലാത്തവരൊക്കെ പ്രതികരിക്കും. ആ പ്രതികരണം പല രീതിയിലാകും. പ്രിയപ്പെട്ടവരെ, കഅബാലയത്തിനെ ആരെങ്കിലും അധിക്ഷേപിക്കുന്നത് കേട്ടുകൊണ്ട് നിൽക്കാൻ നമുക്ക് കഴിയില്ല. എന്നാ നിങ്ങളോട് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടോ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ 6 പ്രമാണങ്ങളുണ്ട്. സിഹാഹുസുറ്റ, മുജാഹിദും ജമാഅത്തും തബ്ലീഗും സുന്നികളുമെല്ലാം ഒരുപോലെ അംഗീകരിക്കുന്ന
അറിയിക്കുന്ന 6 പ്രാമാണിക ഗ്രന്ഥങ്ങളാണ് ബുഖാരി, മുസ്ലിം, തുർമുദി, അബൂ ദാവൂദ്, നസായി, ഇബ്നു മാജ. ആ ഇബ്നു മാജയിൽ മഹാനവറുകൾ പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളാണ് സഹാബി. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മത്താഫിൽ ഇങ്ങനെ ഇരിക്കുമ്പോ പൊന്നാര ഹബീബ് തവാഫ് ചെയ്യുകയാ. റസൂലുള്ളാഹി ഇങ്ങനെ കഅബയെ തവാഫ് ചെയ്ത് വന്നിട്ട് ഒരു തണലിലേക്ക് വന്നിരുന്നു കൊണ്ട് കഅബാലയത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, മാ അത്യബകി വഅത്യബരിഹകി മാ അഅലമകി വഅലമ ഹുർമതകി. എന്തൊരു സൗന്ദര്യമാ കഅബയെ നിനക്ക്, എന്തൊരു സൗരഭ്യമാ കഅബയെ നിനക്ക്, എന്തൊരു മഹത്വമാ കഅബയെ നിനക്ക്, എന്തൊരു മഹാത്മ്യമാ കഅബയെ നിനക്ക്. അല്ലാഹ് എത്ര ബഹുമാനിച്ചു കഅബയെ നിന്നെ. ഇതെല്ലാം റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ആണയിടുകയാണ്, വല്ലദീ നഫ്സ് മുഹമ്മദിൻ ബിയദി. എന്റെ ആത്മാവ് ഏതൊരു നാഥന്റെ കയ്യിലാണോ പടച്ചവനെ തന്നാണ് സത്യം. ലഹുറമത്തുൽ മുഅ്മിനി അഅലമു ഇൻദല്ലാഹി ഹുറമതൻ മിൻകി മാലുഹു വദമുഹു വഅയലുന്ന ബിഹി ഇല്ലാ ഖൈറാ. നൂറ്റാണ്ട് 14 മുമ്പ് കാരുണ്യത്തിന്റെ പ്രവാചകന്, അല്ലാഹുവിനെ കണ്ട പ്രവാചകന്, ജിബ്രീലിനെ കെട്ടിപ്പിടിച്ച ഭൂമേനി ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ശറഫാക്കപ്പെട്ട റിസാലത്തിന്റെ കാൽപാദങ്ങൾ ചേർത്തു വെച്ചിട്ട് മതാഫിലൂടെ തവാഫ് ചെയ്തു വരുമ്പോ അവിടുത്തെ അല്ലാഹനെ കണ്ട കണ്ണുകൊണ്ട് കഅബാലയത്തെ നോക്കിയിട്ട് പറയുന്നു, എന്തോ ഒരു മഹത്വമാ നിനക്കുള്ളത്, എന്തോ ഒരു മഹാത്മ്യമാ നിനക്കുള്ളത്. എന്നിട്ട് ആണയിട്ട് പറയുന്ന പടച്ചവനാണ് ലഹറുമത്തുൽ മുഅ്മിനി. കണ്ണൂർ ജില്ലയിലെ പാനൂരിനടുത്തുള്ള ഈ പറയപ്പെടുന്ന കടേപ്രം എന്ന മഹല്ലത്തിൽപ്പെട്ട ഒരാളുടെ ഔന്നത്യവും അവന്റെ ബഹുമാനവും അവന്റെ ഇസ്സത്തും അവന്റെ മഹത്വവും ലഹറുമത്തുൽ മുഅ്മിനി അഅലമു ഇൻദല്ലാഹി ഹുർമതൻ മിൻകി. കഅബയെ നിന്നെക്കാൾ മഹത്വമാണ് കണ്ണൂര് പാനൂരിലെ കടേപ്രത്തുള്ള ഇന്നയാള്, നിന്നെക്കാൾ മഹത്വമാണ് കഅബേ. മാലുഹു വദമുഹു, അവന്റെ സമ്പത്തും അവന്റെ രക്തവും ഏറ്റവും പരിപാവനമാണ്, പവിത്രമാണ്. വഅയലുന്ന ബിഹി ഇല്ലാ ഖൈറാ. ഒരാളെ പറ്റി നല്ലതല്ലാതെ ചിന്തിക്കാൻ പാടില്ല. ഇതും കഅബയുടെ മുമ്പിൽ വെച്ച് നബി തങ്ങൾ പറഞ്ഞതാണ്. കഅബ ഏതെങ്കിലും ഒരു വൃത്തികെട്ടവൻ എന്തെങ്കിലും പറഞ്ഞാൽ, പണ്ട് കഅബ കയറി ഒരു മൂത്രമൊഴിച്ചു, സഹാബത്തിന്റെ കാലമാണ്. ആളുകൾ വടിയും തടിയുമായിട്ട് വന്നപ്പോ അവൻ പറഞ്ഞു, അടിക്കരുത്. ഞാൻ എന്തിനു മൂത്രമൊഴിച്ചെന്ന് ചോദിച്ചിട്ട് അടിച്ചോളാൻ പറഞ്ഞു. എന്തിനാണ് മൂത്രമൊഴിച്ചത്? ലോകത്ത് അറിയപ്പെടണമെങ്കിൽ നന്മ വല്ലതും ചെയ്യണം, അതെന്നെ കൊണ്ട് പറ്റൂല. അപ്പൊ ഏറ്റവും വലിയ തിന്മ ചെയ്ത് ലോകത്ത് പ്രസിദ്ധനാകാൻ നോക്കിയതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഅബയിൽ മൂത്രമൊഴിക്കുന്നത് പോട്ടെ, കഅബയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് സഹിക്കുമോ? അവന്റെ വീട്ടിൽ പോയി അവനെ പിടിച്ചിറക്കിയിട്ട് അവനോട് നമ്മൾ പ്രതികരിക്കും. ആ രീതിയിൽ നമുക്ക് നെഞ്ചകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒന്നാണ് കഅബ. ഖബറടക്കിയിട്ട് മാറിയതിനു ശേഷം ആ ഖബർ പൊളിക്കൽ നിർബന്ധമായ സന്ദർഭങ്ങളിൽ ഒന്നാണ് കിബിലയ്ക്ക് നേരെ അല്ല ആ മയ്യത്ത് വെച്ചതെങ്കിൽ. അത്രയും ബന്ധം നമുക്ക് കഅബയുമായിട്ടുണ്ട്. നിസ്കാരത്തില് നമ്മൾ നേരെ എന്റെ മുത്ത് കിടക്കുന്നത് മദീനയിലേക്ക്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുന്നു. നിന്റെ നിസ്കാരം ശരിയല്ല. ഈ കഅബ പടയ്ക്കാൻ കാരണം മുത്തുനബിയാണ്, നിന്നെ പടയ്ക്കാൻ കാരണം മുത്തുനബിയാണ്. ഈ തിരിയുന്ന പ്രവൃത്തി വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങളുടെ പ്രവൃത്തികളെയും പടച്ചത് അല്ലാഹു. ഞാൻ ഈ കൈ ഉയർത്തുന്നതും ഈ ആട്ടുന്നതും ഒക്കെ പ്രവർത്തിച്ചത് അല്ലാഹുവാണ്. ഇങ്ങനെ ആട്ടാനും ഇങ്ങനെ ആട്ടുന്ന പ്രവൃത്തി പോലും അല്ലാഹു തആല സൃഷ്ടിച്ചത് നബി തങ്ങൾ കാരണമാണ്. ആ മുത്തുനബിയുടെ നേരെ ചെയ്ത് നിസ്കരിച്ചാൽ നിന്റെ നിസ്കാരം സാധുവല്ല, നീ കഅബയുടെ നേരെ തിരിയണം. അത്രയും വലിയ പവിത്രതയുള്ള കഅബ ശരീഫിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് സഹിക്കുമോ? ആ സഹിക്കാത്ത നമ്മളാണ് ആളുകളെ പറ്റി ഇല്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ടത് ഏതാ? ഒരു വിശ്വാസിയുടെ ദമ്, അവന്റെ രക്തം, അവന്റെ സമ്പത്ത്, അവന്റെ അന്തസ്. ആ അന്തസ്സിനെ ഹനിക്കുന്ന തെറ്റിദ്ധാരണ പാടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ഇനിയാണോ ഗൗരവം? ഇനി പറഞ്ഞ കൂടെ കേട്ടോ.
ഇനി ഒരെണ്ണം കൂടെ കേട്ടോ. നബി തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫിരിക്കുകയാണ്. മസ്ജിദുൻ നബവിയിൽ എന്റെ സമയം അവസാനത്തോടടുക്കുകയാണ്. ഞാൻ ഇതുകൂടെ പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ, സുപ്രധാനമായ 1-2 വിഷയങ്ങളെ ഉണർത്താനുണ്ട്. മഹാനായ പ്രവാചകൻ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫിരിക്കുകയാണ്. ആ ഇഅ്തികാഫിരിക്കുന്ന നബി തങ്ങളെ കാണാൻ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ പ്രിയതമകളിൽ ഒരാളല്ലേ المصطفى خيرنا فاخترنا النبي المقتفى عائشة وحفصة وسوداء صفية ميمونة ورملا هند وزينب كذا جويريا للمؤمنين أمهات مرضية. ആരംഭപ്പൂവിന്റെ പ്രിയപ്പെട്ട ഭാര്യ സഫിയ റളിയല്ലാഹു തആല അൻഹാ നബി തങ്ങളെ ഇത്തികാഫിലല്ലേ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങൂല. എന്നാ റസൂലുള്ളാഹിനെ കാണേണ്ട കാര്യമുണ്ടായി സഫിയ ബീവിക്ക്. ഓടി ബുഖാരിയിൽ കാണാം, മുഹമ്മദ് ഇബ്നു സുമായിൽ തങ്ങൾ തന്റെ സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തി. സഫിയ റളിയല്ലാഹു അൻഹ നേരെ ചെന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലുമായിട്ട് സംസാരിച്ചു. നേരം ഒരുപാട് വൈകി. പോകാൻ ഇറങ്ങുമ്പോ നബി തങ്ങൾ ഭാര്യയെ അപ്രയാക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നപ്പോ 2 അൻസാരികൾ അതുവഴി പോവാൻ, മദീനക്കാരായ 2 അൻസാരികളായ സഹാബാക്കൾ അതുവഴി പോവാൻ. അവര് യാദൃച്ഛികമായിട്ട് വന്ന് നബിതങ്ങളുടെ മുന്നിൽ അകപ്പെട്ടു. തൊട്ടടുത്തല്ല, കുറച്ചകലം. നബിതങ്ങളും സഫിയ ബീവി നിൽക്കുകയാണ്. ഇതിവര് കണ്ടു. ഇവര് നബിതങ്ങളടുത്ത് വരാതെ, കണ്ടാൽ സലാം പറഞ്ഞ് ഓടി വന്ന് മുസാഫഹത്ത് ചെയ്യുന്നത് പതിവ് സഹാബത്തിനുണ്ട്. ഇത് നബിതങ്ങളടുത്ത് വരാതെ അവര് വന്ന വഴി തിരിച്ചൊരൊറ്റ പോക്ക്. അപ്പൊ നബി തങ്ങൾക്ക് കാര്യം മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് വിളിച്ചു, അലാ റിസ്ലികുമാ, നിക്ക് നിക്ക് നിക്ക്, എവിടെ ഓടുന്നു, അവിടെ നിക്ക്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹാ സഫിയ്യത്തു ബിന്തു ഹുയൈ, ഇതെന്റെ ഭാര്യയാണ് കേട്ടോ, ഇതെന്റെ ഭാര്യയാണ്. സഹാബാക്കൾ പൊട്ടിക്കരഞ്ഞു. സഹാബാക്കൾ ചോദിച്ചു, നബിയെ നിങ്ങൾ എന്തായി പറയുന്നത്? ഞങ്ങൾ തെറ്റിദ്ധരിച്ചെന്നാണോ നിങ്ങൾ കരുതിയത്? രാത്രിയിൽ ഒരു പെണ്ണും റസൂലും തമ്മിൽ നിൽക്കുന്നു എന്ന് ഞങ്ങൾ ധരിച്ചു എന്ന് നിങ്ങൾ ഞങ്ങളെപ്പറ്റി ചിന്തിച്ചോ? എന്താ നബിയെ നിങ്ങൾ ഈ പറയുന്നേ? അത് സഫിയാണെന്ന് ഞങ്ങൾക്ക് അറിയൂലേ? അല്ലെങ്കിൽ അങ്ങയുടെ ഭാര്യമാരാണെന്ന് ഞങ്ങൾക്കറിയില്ലേ? എന്തിനാ നിങ്ങൾ അത് പറഞ്ഞത്? ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നി ഖശീതു അൻ യഖദിഫ ഫീ ഖുലൂബികും ശർറാ, ശൈത്താൻ നിങ്ങളുടെ ഖൽബിൽ ശർറ് കൊണ്ടിട്ട് തരുമെന്ന് ഞാൻ പേടിക്കുകയാണ്. എവിടെയാണ് റസൂൽ പറഞ്ഞത്? ഇന്ന ശൈത്വാന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദം, ബ്ലഡ് സർക്കുലേഷൻ ഉള്ള എവിടെയും ശൈത്താൻ ഓടിക്കൊണ്ടിരിക്കും. ബ്ലഡ് സർക്കുലേഷൻ എവിടെയുണ്ടോ അവിടെയൊക്കെ പിശാചും ഓടിക്കൊണ്ടിരിക്കും. എന്റെ പൊന്നു സഹോദരങ്ങളെ, അതുകൊണ്ട് ഹൃദയത്തിൽ പിശാച് ഓരോന്നിട്ട് തരും. നമ്മൾ ഓരോരുത്തരെ പറ്റി ചിന്തിക്കും. അത് വർജിക്കണമെന്ന് വിശുദ്ധ ഖുർആനിൽ 5-ാമതായിട്ട് അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. വിഗ്രഹാരാധനകൾ, മദ്യപാനമടക്കമുള്ള നമ്മുടെ ഒഴിവാക്കേണ്ട തിന്മകൾ നല്ല ചിന്തകളായി നമ്മുടെ ചിന്തകളെ പരിവർത്തിപ്പിക്കണം. അതുപോലെ ഒരിക്കലും കള്ളസാക്ഷി നിന്ന് നമ്മൾ ഒരാളെയും ഒരു നിലയ്ക്ക് നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഘടകമാണ്. 5 സ്ഥലങ്ങളിൽ അള്ളാഹു വർജിക്കണമെന്ന് പറഞ്ഞതിന്റെ ഗൗരവം 3 കാര്യങ്ങളെ നമ്മൾ ചെറിയ തോതിലെങ്കിലും എന്റെ അറിവിന്റെ പരിമിതിയിൽ വിശദീകരിച്ചിട്ടുള്ളൂ. പക്ഷെ ഈ 3 കാര്യങ്ങളും ചേർത്ത് വെക്കേണ്ടത്, വിശദീകരിക്കാതെ നമ്മൾ ഉപേക്ഷിച്ച 2 കാര്യങ്ങൾ വിഗ്രഹാരാധനയോട് ചേർത്താൽ നമുക്ക് വായിക്കേണ്ടത് അത്ര ഗൗരവമാണ്. അതുകൊണ്ട് സൂക്ഷിച്ചോ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരാളും എഴുന്നേക്കരുത്. 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുന്നിൽ ഒരു ബക്കറ്റ് വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് ചെലവുള്ളതാണ്. ഒത്തിരി ചെലവ് നമ്മുടെ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഇൻഷാ അല്ലാഹ് കാര്യമായ നിലയിൽ നിങ്ങളുടെ മനസ്സിൽ നല്ലൊരു നിയത്ത് വെച്ചോളി. എന്തെങ്കിലും ഒരു കാര്യം, ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല സഹോദരങ്ങളെ. ഒരിക്കലും നമ്മൾ ആരും ഇത് കൊണ്ടുവന്നതുമല്ല. ഞാനിപ്പോ ഇതിനകത്തൊരു സംഭാവന ഇടുന്നത്, ഈ പൈസ ഇതിനു മുമ്പ് ഇന്നലെയൊക്കെ വേറെ ആരുടെയോ കയ്യിലായിരുന്നു. ചിലപ്പോ ഈ പൈസ ഇവിടെ നിന്ന് നേരെ പോകുന്നത് മഹാരാഷ്ട്രയിലേക്കായിരിക്കും. ഈ പൈസ നേരെ കറങ്ങി നാളെ കാശ്മീരിലെത്തും, മറ്റന്നാ കാശ്മീരിലെത്തും. അവിടെ നിന്ന് കറങ്ങി നേരെ തിരുവനന്തപുരം വഴി കണ്ണൂരെത്തും.
അത് നിങ്ങളെ മുന്നിലേക്ക് വീണ്ടും എത്തും. ഇതാണ് പൈസ, പണം. നമ്മുടെ കയ്യിരിക്കുന്ന ഒന്നും നമ്മുടേതല്ല. ഇതൊക്കെ കാര്യങ്ങൾ നടക്കണം, ഇതൊക്കെ ഓടിക്കൊണ്ടിരിക്കും ഇങ്ങനെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് പടച്ചോൻ തന്ന സമ്പത്തിൽ നിന്നൊരു വിഹിതം ഈ ബക്കറ്റിൽ നിങ്ങൾ നിക്ഷേപിക്കണം. അള്ളാഹു നമ്മുടെ ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളെയും സാധിപ്പിച്ചു തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഇൻഷാ അല്ലാഹ് ബക്കറ്റിൽ നല്ലൊരു ഹദിയ നിക്ഷേപിക്കണം. അതുപോലെ 14 ലക്ഷത്തോളം രൂപ നമ്മുടെ ഉറൂസിന് സാധനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചെലവുണ്ട്. 14 ലക്ഷത്തോളം വരുന്ന ആ ചെലവ് വരുന്ന ഉറൂസാണ് നമുക്ക് ഉള്ളത്. അൽഹംദുലില്ലാഹ് ഇതുവരെയും നമുക്ക് 5 ലക്ഷം രൂപയോളം മാത്രമേ, 5 ലക്ഷത്തിന് താഴെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനിയും 9 ലക്ഷത്തോളം രൂപ ഇനിയും ആവശ്യമാണെന്ന് ഇതിന്റെ ബന്ധപ്പെട്ടവർ അറിയിച്ചിരിക്കുന്നു. അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സിമന്റ് എന്തിനാ നിർമ്മാണം ഉണ്ടോ? പള്ളി നിർമ്മാണം ഉണ്ടോ? ശരി. അപ്പോ നമ്മുടെ ഈ പരിശുദ്ധമായ ഈ ഉറൂസിന് ഒരു ചാക്കരി, അതുപോലെ വേറൊരു കാര്യം, 1 പവൻ പദ്ധതി നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരുന്നല്ലോ. 1 പവൻ. അൽഹംദുലില്ലാഹ് ഒരു കാര്യം കൂടി ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് പറയാം. ഖദീജ ബീവി റളിയല്ലാഹു ദീനില് ഒരു സ്ത്രീയുടെ പേര് പറയാൻ പറഞ്ഞാൽ, ഒരൊറ്റൊരാളുടെ ദീനില്, പരിശുദ്ധ ദീനില് സ്ഥാനം പിടിച്ച ഒരു സ്ത്രീയുടെ പേര് പറയാൻ പറഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരൊറ്റ പേര്, ആദ്യത്തെ പേര്. രണ്ടാമതൊരു ആളുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കൂടെ ചേർക്കും. പക്ഷെ ഒരു സ്ത്രീയെ പറയാൻ പാടുള്ളൂ, അത് ദീനിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള സ്ത്രീ ആകണമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാവരും പറയുന്ന പേര് ഖദീജ എന്നാണ്. അല്ലേ? ഖദീജ ബീവി അല്ലേ? ഹിറാ ഗുഹയിൽ വെച്ച് പേടിച്ചു വിറച്ച നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പുതപ്പിട്ട് മൂടൂ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ഖദീജ ബീവിയോട് സങ്കടം പറയുന്ന ആ ഒരു രംഗമുണ്ട് ഖുർആനില്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കലും നിങ്ങളെ അല്ലാഹ് പാഴാക്കൂല എന്ന് പറയുന്ന ഒരു മറുപടി ഉണ്ട് ഹദീസില്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഖദീജ ബീവിയെ മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു ഇസ്ലാമില്ല. പക്ഷെ നിങ്ങൾക്കറിയോ, ഖദീജ ബീവി ളുഹറോ അസറോ മഗ്രിബോ ഇശായോ സുബഹിയോ നിസ്കരിച്ച ഒരാളല്ല. നിസ്കരിച്ചിട്ടില്ല. റമളാനിലെ ഒരു നോമ്പും പിടിച്ചിട്ടില്ല. സഹോദരിമാര് നന്നായിട്ട് കേട്ടോ. ഖദീജ ബീവി നിസ്കരിച്ചില്ല, പിന്നെന്തിനാ ഉസ്താദ് ഞങ്ങൾ നിസ്കരിക്കണേന്ന് ചോദിക്കരുത്. ഖദീജ ബീവി വഫാത്താകുന്നത് റസൂലുള്ളാഹിന് 50 വയസ്സ്, ഖദീജ ബീവിക്ക് 65 വയസ്സുള്ളപ്പോഴാണ്. 50-ാമത്തെ വയസ്സിൽ നബിതങ്ങളുടെ 50-ാമത്തെ വയസ്സിൽ ഖദീജ ബീവി വഫാത്തായി. ആ വഫാത്തായ വേദനയിൽ ഇരിക്കുമ്പോഴാണ് നബിതങ്ങളെ അള്ളാഹു മിഅ്റാജിന് കൊണ്ടുപോയത്. ആ മിഅ്റാജിൽ സമ്മാനിച്ച സമ്മാനമാണ് 5 നേരത്തെ നിസ്കാരം. നിസ്കാരവുമായിട്ട് മക്കയിൽ തിരിച്ചിറങ്ങുമ്പോൾ ഖദീജ ബീവി മക്കയിൽ വീട്ടിലല്ല, മുഅല്ലയിൽ ഖബറിലാ. പിന്നെങ്ങനെ അവർ നിസ്കരിക്കും? മക്കത്ത് നിന്ന് നബിതങ്ങൾ 50-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് പരിശുദ്ധമായ മിഅ്റാജിന് പോയി. തിരിച്ചു വന്ന് 3 കൊല്ലം മക്കയിൽ വീണ്ടും ഉണ്ടായിരുന്നു. 53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് പലായനം ചെയ്തു. അവിടെ ചെന്ന് 2 വർഷം കഴിഞ്ഞു 55 വയസ്സ് നബിതങ്ങൾക്ക്. ഖദീജ ബീവി ഉണ്ടെങ്കിൽ അവർക്ക് 70 വയസ്സ്. ആ സമയത്താണ് നോമ്പ് നിർബന്ധമായത്. പിന്നെങ്ങനെ മരണപ്പെട്ട 5 കൊല്ലം കഴിഞ്ഞ് നിർബന്ധമായ നോമ്പ് ഖദീജ ബീവി പിടിക്കും? ഇതൊന്നും ചെയ്തില്ല. പക്ഷെ ഖദീജ ബീവിയെ മാറ്റിവെച്ച് ഇസ്ലാം പൂർത്തിയാവൂല. എന്തുകൊണ്ട്? ഈ ദീൻ സമൃദ്ധമാകാൻ വേണ്ടി തന്റെ പക്കലുള്ള സർവ്വസ്വത്തുക്കളും ദീനിനു വേണ്ടി കൊടുത്തു. അംബാനിയും അദാനിയും ഒന്നും അല്ല പ്രിയപ്പെട്ടവരെ ഖദീജ ബീവിയുടെ മുന്നില്. കോടീശ്വരി, ലക്ഷപ്രഭു ഖുവൈലിദിന്റെ മകളാണ്. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മരിക്കുന്ന സമയത്ത് കഫൻ പൊതിയാൻ ഒന്നുമില്ലാതെ വന്നപ്പോൾ ഉള്ള തുണി വെച്ചിട്ട് തലൈ മുതൽ കാലിന്റെ മടമ്പങ്കാലിന്റെ മുകൾ ഭാഗം വരെ ആ തുണി വെച്ച് അടച്ചിട്ട് നീളമുള്ള ഇദ്ദഖർ പുല്ല് കാട്ടിൽ ചെന്ന് വെട്ടിക്കൊണ്ടുവന്ന് കാല് വരിഞ്ഞു വെച്ചിട്ടാണ് മുഅല്ലയിൽ അടക്കിയിരിക്കുന്നത്. അവിടെ പോകാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. അവിടെ ചെന്ന് യാ ഉമ്മി അസ്സലാമു അലൈക്കി, യാ ഉമ്മി, എൻ്റെ ഉമ്മ അസ്സലാമു അലൈക്കും എന്നൊന്ന് പറയാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉള്ളതൊക്കെ ദീനിന് കൊടുത്തു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന 100 പവന് 50 പവന് 75 പവനോട്ട് കെട്ടിക്കുന്നവരല്ലേ നിങ്ങളെ? അപ്പൊ 1 പവൻ നമ്മുടെ മഹലിന് വേണ്ടി കൊടുക്കും. ഇതിന്റെ ഭാരവാഹികൾ നിങ്ങളെ സമീപിക്കുമ്പോൾ 1 പവൻ ഞാൻ മാറ്റി വെച്ചിരിക്കുന്നു. വേറൊന്നുമല്ല, എന്റെ ഖബറിൽ അതിന്റെ പ്രതിഫലം എത്തണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഒരു ചാക്ക് അരിക്കിവിടെ ആവുന്നത് 5,500
അള്ളാഹു തൗഫീക്ക് തരട്ടെ. ശനിയാഴ്ച നിങ്ങൾ പൈസ കൊടുക്കണം. കഴിയുന്ന 1 ചാക്കോ 2 ചാക്കോ വെച്ചൊന്ന് കൈപൊക്കിക്ക്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരാണ് ഈ ഉറൂസിന് വേണ്ടിയിട്ട്? ഒരു കാര്യം കൂടി അതിനോടൊപ്പം ഞാൻ പറഞ്ഞോട്ടെ. ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ഫത്തഷ്തുൽ അഅമാല കുല്ലഹാ, ഞാൻ എല്ലാ അമലുകളെയും തഫ്തീഷ് നടത്തി കീറി മുറിച്ച് പരിശോധിച്ചു. ഫമാ വജത്തു അഫ്ളല മിൻ ഇത്ആമി തുആം, ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള അമലായി ഞാൻ കണ്ടത് മുറാഖബയല്ല, മുശാഹദയല്ല, ദിക്റല്ല, നിസ്കാരമല്ല, പരിശുദ്ധമായ ഏതെങ്കിലും ഇബാദത്തുകളല്ല, മറിച്ച് ഗൗസുൽ ആലം പറയുന്നു, ഞാൻ കണ്ട ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഇത്ആമു തുആം, ഭക്ഷണം കൊടുക്കലാണ്.